ജോൺസൺ ചേട്ടൻ ഈ മേഖലയിൽ വന്നിട്ട് എത്ര വർഷമായി ഈ കസാര നെയ്യിലൊക്കെ? 19 വർഷമായിട്ട് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ ഈ കസാരകളൊന്നും അധികം ആരും അധികം ഉപയോഗിക്കണില്ല അല്ലേ? കുറവാണ്. പിന്നെ ചൂടിട്ട് ശരീരത്തിനൊക്കെ 2 മണിക്കൂർ ചൂട്. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പ് അനുസരിച്ച് അതിന്റെ പണി ഇരിക്കാനായിട്ട് തടസ്സങ്ങൾ വരില്ല. പുറത്തെ പുറമേനോ ഗുണങ്ങളുണ്ട് അല്ലേ? ഇതിന്റെ നമ്മുടെ ശരീരത്തിനനുസരിച്ച് അതിന്റെ ബന്ധിങ് ചില ഗുണങ്ങളൊക്കെ ഉപയോഗിച്ചവരും ഉപയോഗിച്ചു. അത് മോഡല് മാറിയാലും കാര്യങ്ങൾ മാറിയാലും അതിന്റെ ഗുണമൊക്കെ ഉപയോഗിച്ചവർക്ക് അറിയാം. പിന്നെ മോഡൽ നോക്കി വളർന്നാൽ അതിന്റെ പിന്നാലെ ഗോദ്രേജ് കമ്പനിയിലല്ലേ? ആദ്യകാലത്ത് ഫേമസ് ഗോദ്രേജ് അവരെ കടന്നിരിക്കാൻ വേണ്ടി മറ്റൊരു കമ്പനികളിൽ പൈസ കൊടുക്കും. മോഡലൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാലാവധി ഉടനെ ഗോദ്രേജിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കസാര ഇപ്പൊ നെയ്തെടുക്കണമെങ്കിൽ എത്ര റേറ്റ് വരും നമുക്ക്? ഇപ്പൊ ഇങ്ങനെ ഒരു കസാര ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര റേറ്റ് വരും ഒരു കസാരക്ക്? മസാല ചെയ്യാനായിട്ട് മസാലയുടെ റേറ്റ് ഇത് ഗോദ്രേജിന്റെ ചേർന്ന് 4500. ലോക്കലാണെങ്കിൽ 3500. കടകേണ്ട കാര്യമില്ല, കംപ്ലീറ്റ് ഫിനിഷിംഗ് മൊത്തം ഒരു കസാര ഇട്ട് കിട്ടുന്നത് അല്ലേ? അങ്ങനെയുള്ള മാറ്റം ഇതുപോലെ അങ്ങനെയല്ല പറയുന്നത്. ഒരു കസാരയായിട്ട് ഫുള്ള് ഇപ്പൊ ഈ ഒരു കസാര പണിത് കഴിഞ്ഞാൽ എത്ര റേറ്റ് വരും? ഇത് പണിയുന്നത് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഫ്രെയിം വെച്ചിട്ട് പണിയുന്ന ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് മേടിക്കണമെങ്കിൽ ഇപ്പൊ ഈ കസാര ഇഷ്ടപ്പെട്ടിട്ട് മേടിക്കണമെങ്കിൽ എത്ര റേറ്റ്? ഇതുപോലത്തെ ഫ്രെയിം അടക്കാനുള്ളത് ഉണ്ടാവും. അതെ അല്ലേ? അപ്പൊ ഇങ്ങനെ ഫ്രെയിം അപ്പൊ അത് കഴിക്കണ ഈ കാശ് വരുന്നുണ്ട്. എത്രയാ വരിക? ഒരു കസേര എന്ത് വില വരുന്നത്? അത് പറഞ്ഞ 4500 സാധാപ്പലിന് 3500. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ റേറ്റാണ് ഞാൻ പറഞ്ഞു. ചോദിച്ചു. നമ്മുടെ പണിക്കാശ് ഇത്രയ്ക്കൊന്നുമില്ല. നമ്മുടെ പണിക്കാശ് 300 രൂപ സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഏകദേശം ഒരു 500-550 റിപ്പയർ പണിക്ക് അല്ലേ? മെറ്റീരിയൽ
ഇതിന്റെ ലാസ്റ്റ് വർക്കാണ്. ആ